നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇന്നത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് സരയുവിനോട് കാർത്തിയെ ലക്ഷ്മിയമ്മ സംസാരിക്കുകയാണ്. ആ സമയം കാർത്തിയെ പറഞ്ഞു, അവന് ശിക്ഷ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. അവൻ ഇനിയിപ്പോ പുറത്തിറങ്ങണമെങ്കിൽ കുറച്ചു കാലം പിടിക്കും മനോഹർ. ഒരുപക്ഷെ അവരിറങ്ങി കഴിയുമ്പോഴത്തേനും കൺമണി മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അവനോട് ശത്രുത വെച്ച് പുലർത്തേണ്ട കാര്യമുണ്ടോ സരയു എന്ന് ചോദിച്ചു. സരയു പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം കാർത്തികയായി. ഇനി അവനോട് ശത്രുത വെച്ച് പുലർത്തിയിട്ട് കാര്യമൊന്നും ഇല്ലെന്നറിയാം. പക്ഷേ ഇത്രയും കാലം എനിക്ക് അവനോട് ശത്രുതയും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. എനിക്ക് പ്രത്യേകിച്ച് ശത്രുതയില്ല, അവനോട് ഇഷ്ടവും കാര്യങ്ങളൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ കൺമണി മോളെ കൊണ്ട് കാണിക്കാനായിട്ട് ഇനിയിപ്പം ഞാൻ തടസ്സമൊന്നും പറയത്തില്ല. ഞാൻ കൊണ്ടുപോയി എൻ്റെ മോളെ കാണിക്കില്ല. പക്ഷെ ആരെങ്കിലും കൊണ്ടേ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് തടയത്തുമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, നല്ല കാര്യം മോളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറയുന്ന കാർത്തിക മോളുടെ അച്ഛനും അമ്മൂമ്മയ്ക്കും ഒക്കെ മാനസാന്തരം ഉണ്ടായി. അപ്പം മനോഹറും മാനസാന്തരം ഉണ്ടായിട്ടുണ്ട്. അപ്പം പിന്നെ അവനെ അംഗീകരിച്ചു കൂടെയെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ സരിയ പറഞ്ഞു, ലക്ഷ്മിയമ്മേ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ അവനെ ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് ഇനി കൊണ്ടുവരാനായിട്ട് പോകുന്നില്ല. പക്ഷെ എനിക്ക് അവനോട് ദേഷ്യം വെറുപ്പൊന്നുമില്ല. അവനവൻ്റെ മോളെ കണ്ടോട്ടെ, കിരണോ കല്യാണിയെ ആര് വേണമെങ്കിലും കൊണ്ടേ കാണിച്ചോട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് അതിനകത്തൊരു പ്രശ്നമുള്ള കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാർത്തി പറഞ്ഞു, ഈ പറയുന്ന ഗംഗാപ്രസാദ് അവൻ എത്രമാത്രം ദുഷ്ടനായിരുന്നു അറിയാവോ? കാര്യം പറഞ്ഞ എൻ്റെ സഹോദരനായിരുന്നു. അവൻ്റെ ക്രൂരത കാരണം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഓടി വന്നേ. പക്ഷേ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കൊരു സ്വസ്ഥത സമാധാനം അവൻ തന്നിട്ടില്ല. അവൻ ശരിക്കും ഒരു സഹോദരനായിട്ട് എന്നോടൊപ്പം നിൽക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾ അവനെ ചേർത്ത് പിടിച്ചാനും ഒരിറ്റ് സ്നേഹം അവൻ തന്നാൽ മതിയായിരുന്നു. പക്ഷെ അതിന് പകരം അവൻ എന്തൊക്കെ ക്രൂരതകളാണ് ചെയ്തേ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു നിവൃത്തിയില്ലായിരുന്നു. ഒരു പക്ഷേ മനോഹർ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആ ക്രൂര കൃത്യം ചെയ്യേണ്ടി വന്നേനെന്ന് പറഞ്ഞു. അവനെപ്പോലെ ദുഷ്ടനായ സഹോദരൻ വേറെ ഈ ലോകത്തെങ്ങും ഉണ്ടായിരിക്കില്ല എന്ന് ഉറക്കെ പറയണ. അത് കേട്ടപ്പോൾ സാരി പറഞ്ഞു, എനിക്കതൊക്കെ അറിയാം കാർത്തികയെ. പക്ഷേ ഈ പറയുന്ന ഗംഗാപ്രസാദ് അവന് എത്രയോ വട്ടം നിങ്ങളെയൊക്കെ കൊല്ലാൻ ശ്രമിച്ചു, അതെനിക്കറിയാം. പിന്നെ ശത്രുക്കൾ ഓരോന്നോരോന്നായിട്ട് ഇല്ലാതായി തീർന്നില്ലേ? ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ലോ. എൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. മനോഹറിനെ കൊണ്ട് എപ്പോൾ വെള്ളം കുഞ്ഞിനെ കാണിച്ചു. ഞാനൊരു വഴക്കുണ്ടാക്കാനൊന്നും വരത്തില്ല എന്ന് പറഞ്ഞിട്ട് സരയും അങ്ങോട്ട് പോയി. അപ്പോഴേക്കും കാർത്തിക ലക്ഷ്മിയോട് പറഞ്ഞു, ഇനിയിപ്പോൾ പേടിക്കണ്ടല്ലേ, അവന് സന്തോഷത്തോടു കൂടി അവൻ്റെ മോളെ കാണാമല്ലോ. ഇനി സരിയു തടസ്സമായിട്ട് വരത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ലക്ഷ്മിയമ്മ പറഞ്ഞു, അതേ മോളെ, അത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാ എനിക്ക് തോന്നുന്നേ. എത്ര പെട്ടെന്ന് അവളുടെ മനസ്സ് മാറിയില്ലേ, നമ്മളിങ്ങനെയൊന്നും പ്രതീക്ഷയല്ലോ എന്ന് പറഞ്ഞു. അധികം വൈകാതെ ചിലപ്പം മനോഹറിനെ വീണ്ടും അവൾ ഇഷ്ടപ്പെട്ട് തുടങ്ങുമായിരിക്കും എന്നൊക്കെ അവർ പരസ്പരം പറയുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സരയു കിരണിന്റെ ക്യാബിനിലേക്ക് വരുവാണ്. വന്നിട്ട് ചോദിച്ചു, എന്താണ് കിരണെ, നീ എന്നെ വിളിപ്പിച്ച് എന്തിനാന്ന് ചോദിച്ചു. നീ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ സരയു ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ സരയുവിനോട് പറഞ്ഞു, അതെ കല്യാണി നിന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ കാർത്തികയെ ലക്ഷ്മിയമ്മ അത് അംഗീകരിക്കുകയും ചെയ്ത കാര്യങ്ങളാ. അല്ല, അതിന് കാരണം എന്താന്ന് വെച്ചാലേ, ഗംഗാപ്രസാദ് എന്ന് പറയുന്നൊരു ദുഷ്ടനെ മനോഹർ ഇല്ലാതാക്കിയത്. അപ്പൊ പിന്നെ നിനക്ക് അവനോട് ക്ഷമിച്ചുകൂടെന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പം സരി പറഞ്ഞു, എടാ ഇതൊക്കെ അവന്റെ അടവാണെങ്കിലോ, ഒരു പക്ഷേങ്കിൽ അവൻ എല്ലാവരും കയ്യിലെടുക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണോന്ന് അറിയത്തില്ലോ എന്ന് പറഞ്ഞു. എടി അങ്ങനെ എന്തിനാ അവൻ എല്ലാവരും കയ്യിലെടുക്കുന്നേ, അതിന്റെ ആവശ്യം എന്താന്ന് ചോദിച്ചു. ജയിലിൽ കിടക്കുന്ന അവന് എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങാനല്ലേ ശ്രമിക്കത്തുള്ളൂ. ജയിലിൽ കിടക്കുന്ന എല്ലാവരുടെ അവസ്ഥ അതല്ലേ. ആ സമയത്ത് വീണ്ടും തെറ്റുകൾ ചെയ്ത് അകത്തേക്ക് പോകാൻ ആരെങ്കിലും ഒരുങ്ങുമെന്ന് ചോദിച്ചു. ഒരിക്കലും ഇല്ല. പക്ഷെ അവന് നല്ല മാറ്റമുണ്ട്, അതാണിത്. ഇത് സരുവിന് കേട്ടിട്ട് അങ്ങോട്ട് ഒട്ടും ദഹിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കിരൺ ആയതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ലല്ലോ. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, കല്യാണിന്റെ അച്ഛനും അമ്മൂമ്മയ്ക്കും അവർക്കെല്ലാവർക്കും മാറ്റം ഉണ്ടായില്ലേ, അതുപോലെ തന്നെ ഒരു മാറ്റമാണ് മനോഹറിനും ഉണ്ടായിരിക്കുന്നത്. ആ ഗംഗാപ്രസാദൻ എന്ന് പറഞ്ഞ ദുഷ്ടനെ അവൻ തീർത്ത് അവൻ ഇത്രയും കാലം ചെയ്ത പാവങ്ങളൊക്കെ ഒരുമാതിരി തന്നെ കുറഞ്ഞെന്ന് എനിക്ക് തോന്നേ. ഇനിയിപ്പോൾ അവനോട് നീ ദേഷ്യം കാണിക്കരുതെന്ന് പറഞ്ഞു. സരി പറഞ്ഞു, അല്ലടാ അവനിനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങണേ 10-25 വർഷം കഴിയില്ലേന്ന് ചോദിച്ചു. 10-25 വർഷം കഴിയും, ഇടയ്ക്ക് അവന് പരോള് കിട്ടും. നീ അവൻ്റെ അടുത്തേക്ക് പോകണം, അവനെ ഒന്ന് ജയിലിൽ പോയി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അവനോട് സംസാരിക്കണം, പറ്റുമെങ്കിൽ മോളെ ഒന്നും കൊണ്ടേ കാണിക്കണം. അതൊരു നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ തോന്നേ. അപ്പോഴേക്കും സരി പറഞ്ഞു, എടാ എന്നെ കൊണ്ട് അതിന് സാധിക്കുമെന്ന് തോന്നില്ലെന്ന് പറഞ്ഞു. എടി ഒരു കാലത്ത് നീ ജീവനും തുല്യം സ്നേഹിച്ചല്ലായിരുന്നു അവനെ, എന്നിട്ട് പിന്നെ നീ എന്തിനാ ഇപ്പം ഇങ്ങനെ പറയണേ? പതുക്കെ പതുക്കെ നിന്റെ മനസ്സ് മാറിക്കോളും. അവൻ പുറത്തു വന്നുകഴിയുമ്പോൾ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അവൻ നല്ലൊരു ജീവിതം തരും. മുമ്പ് നിന്നോട് കാണിച്ച സ്നേഹം അവൻ്റെ കപട സ്നേഹമായിരുന്നെങ്കിൽ ഇപ്പോഴിനി അവൻ കാണിക്കാൻ പോകുന്ന യഥാർത്ഥ സ്നേഹമായിരിക്കും എന്ന് പറഞ്ഞു. അത്
കേട്ടപ്പം സരുവിന് നല്ല ദേഷ്യം വന്നേ. എടാ, ഇനിയിപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും ശരി എൻ്റെ പക മാറത്തില്ല അവനോടുള്ള. അതിങ്ങനെ മനസ്സിൽ ഞാൻ കൊണ്ടു നടക്കൂടാ. കാലങ്ങൾ കഴിഞ്ഞാലും ഞാൻ മരിക്കുന്നോടം വരെ അവനോടുള്ള പക എൻ്റെ മനസ്സിൽ കാണും. നീ എന്നല്ല ആര് പറഞ്ഞാലും അതൊന്നും മാറാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ സരു ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു. പക്ഷെ കിരൺ അത് അറിയണ്ടായിരുന്നില്ല. കിരൺ പറഞ്ഞു, സരു നീ വിഷമിക്കൊന്നും വേണ്ട. എന്തിനു വേദിന് ഞങ്ങളെല്ലാവരും കൂടെ ഇല്ലേ. പിന്നെ കല്യാണിക്ക് ഇപ്പോൾ അവനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ ഗംഗാപ്രസാദ് എന്ന് പറയുന്ന ദുഷ്ടനെ തീർത്തില്ല അവന്. കല്യാണിക്ക് മാത്രമല്ല, ലക്ഷ്മി അമ്മയ്ക്കും കാർത്തികയ്ക്കൊക്കെ അതുപോലെ തന്നെ അവരെല്ലാം അവനെ സംരക്ഷിക്കുന്നുണ്ട്. പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന അവർ പറയണേ. അതുകൂടെ കേട്ടപ്പോൾ സരുവിന് ദേഷ്യമായി. പക്ഷെ ആ ദേഷ്യമൊന്നും സരു പുറമെ കാണിച്ചില്ല. സരു ആണെങ്കിൽ പുറമെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ദേഷ്യമുള്ള രീതിക്കൊന്നും അല്ല കിരണിനോട് സംസാരിച്ചേ. കിരണിനോട് ഞാൻ നോക്കട്ട, പെട്ടെന്ന് എൻ്റെ മനസ്സിലെ ആ വിഷമങ്ങളും വേദനകളും എടുത്ത് മാറ്റിക്കളയാൻ പറ്റില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സാവകാശം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അത് മതി. എന്നാലും നീ ജയിലിലേക്ക് പോയി അവനെ ഒന്ന് കാണാൻ ശ്രമിക്കണം, അവനോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ കിരൺ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ സരു തൻ്റെ ക്യാബിനിലേക്ക് വന്നു. ഇങ്ങനെ ആലോചിക്കുകയാണ്, അവനെ പിണക്കിക്കൂടാ കിരണിനെ. തൽക്കാലത്തേക്ക് ഇതിങ്ങനെ തന്നെ പോട്ടെ. അവൻ്റെ സിമ്പതി പിടിച്ചു പറ്റണം. അത് മാത്രമല്ല, അവൻ്റെ പ്രീതി പിടിച്ചു മാറ്റിയാൽ മാത്രമേ തനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അവന് തന്നെ വിശ്വാസമായിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും സരു തയ്യാറായിരുന്നു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സരു ജയിലിലേക്ക് ചെന്ന് മനോഹറിനെ കാണുവാണ്. മനോഹർ സരുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നോക്കുവാണ്, ഇവൾ എന്തിനാ വന്നേന്നൊരു ചിന്തയായിരുന്നു. വെല്ലുവിളിക്കാൻ വന്നതായിരിക്കും. ആ സമയം സരു പറഞ്ഞു, അതെ, ഞാൻ വഴക്കുണ്ടാക്കാനോ വെല്ലുവിളിക്കാനോ കൊലവിളി നടത്താനോ വന്നൊന്നും അല്ലെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ വേണ്ടെന്ന് വെച്ചു. കാരണം ഗംഗാപ്രസാദിനെ നീ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിട്ടതോട് കൂടിയിട്ട് എനിക്ക് തോന്നി ഇനി നിന്നെ കൊല്ലണ്ടെന്നുള്ള കാര്യം. എന്നെ സംരക്ഷിക്കുന്നവരുടെ കൂടെ അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കുന്നവരെ ഇല്ലാതാക്കാൻ വന്നവനാണ് ഗംഗാപ്രസാദ്. അപ്പൊ അവനെ തീർക്കാനായിട്ടാണ് നീ ശ്രമിച്ചേ. അവനെ തീർക്കുകയും ചെയ്തു. അതുകൊണ്ട് എനിക്കിപ്പം നിന്നോട് ആ പഴയ ദേഷ്യവും വൈരാഗ്യവും വാശിയൊന്നുമില്ല. പക്ഷെ നിന്റെ കൂടെയുള്ള ഒരു ജീവിതം അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ വന്നേന്ന് പറഞ്ഞാൽ എൻ്റെ മോളെ നിനക്കെപ്പം വെള്ളം കാണാം. ഞാനായിട്ട് കൊണ്ട് കാണിക്കത്തൊന്നുമില്ല. പക്ഷേ എങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുവന്ന് കാണിക്കുവാണെങ്കിൽ ഞാനൊരു തടസ്സവും പറയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മനോഹറിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. മനോഹർ പറഞ്ഞു, മതി, എനിക്കത് മാത്രം മതി. എനിക്ക് ആ ഒരു പ്രതീക്ഷ മാത്രം മതി എന്ന് പറഞ്ഞു. ഇനിയിപ്പം ഞാൻ എത്ര കാലം കഴിഞ്ഞിട്ട് അവിടുന്ന് പുറത്തിറങ്ങണമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ 10-60 വയസ്സ് കഴിയുമായിരിക്കും ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ. ആ സമയത്തിനുള്ളിൽ ചിലപ്പോൾ ഞാൻ ഇവിടെ കിടന്ന് മരിച്ചെന്നും പറയാം. അങ്ങനെ മരിച്ചാലും എനിക്ക് സമാധാനം കിട്ടും. കാരണം എനിക്ക് എൻ്റെ മോളെ ഇടയ്ക്കൊന്ന് കാണാമല്ലോ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എൻ്റെ മോളുടെ കാര്യം ഓർത്തിട്ട്. ഞാൻ ഒരു കാര്യം മാത്രം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, നിന്നോടൊപ്പം ഒരു നല്ലൊരു ജീവിതമല്ല, എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം. അത് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ആ ആഗ്രഹം സാധിക്കുമല്ലോ. എനിക്കിപ്പോൾ സന്തോഷമായെന്ന് പറഞ്ഞു. ആ സമയത്ത് സരി പറഞ്ഞു, എന്തുകൊണ്ടാണ് നിനക്ക് ഞാനിങ്ങനെ ഫേവർ ചെയ്ത് തന്നെ നിനക്ക് മനസ്സിലായല്ലോ. കിരൺ പറഞ്ഞു നിന്നെ ഒന്ന് കാണണം എന്നൊക്കെ. പക്ഷേ എൻ്റെ മനസ്സിലിപ്പം നിന്നോട് ദേഷ്യവും കാര്യങ്ങളൊക്കെ അത്രയൊന്നും ഇല്ലെങ്കിലും, പണ്ടത്തെ അത്ര ശക്തിയൊന്നും ഇല്ലെങ്കിലും നിന്നെ ഞാൻ കൊല്ലാനായിട്ടൊന്നും വരാൻ പോകുന്നൊന്നുമില്ല. അതിൽ നിന്ന് നിന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇപ്പം നിനക്ക് ശത്രുക്കൾ പുറത്ത് കൂടുതലായിരിക്കും. ഇനി നിന്റെ പിന്നാലെ കൊലവിളിയായിട്ട് ഞാൻ നടക്കില്ല. എൻ്റെ മോളെ കാണണം തോന്നുമ്പോൾ നിനക്ക് കാണാം. ഇനിയിപ്പോൾ നീ പരോളിന് ഇറങ്ങിയാലും നിനക്ക് വന്ന് കാണാം. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നെ കാണാനോ അല്ലെങ്കിൽ എന്നോടൊപ്പം ജീവിക്കാനോ നീ ശ്രമിക്കരുതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മനോഹർ പറഞ്ഞു, സരിയു, ഞാൻ കുറേ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നെ ഇത്രമാത്രം തീവ്രമായി സ്നേഹിച്ച ഒരാളെ ഉണ്ടായിട്ടുള്ളൂ, അത് നീയാണ്. ഞാനും നിന്റെ അടുത്ത് അത്ര ഇതായി പോയി. ഒരു പക്ഷേങ്കിൽ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. പിന്നെ എനിക്ക് കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കിരൺ സാറ് അത് പറഞ്ഞു കാണുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇനി എനിക്ക് ആ പഴയ തെറ്റുകളൊന്നും ആവർത്തിക്കേണ്ട താല്പര്യമില്ല. അത് മാത്രമല്ല, ഇവിടെ നിന്ന് ഇറങ്ങിയാലും എനിക്ക് എൻ്റെ മോളെ കാണണം. അത്രമാത്രം എനിക്ക് ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ആ സമയം സരയു പറഞ്ഞു, അതെ, എനിക്കിനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും കേൾക്കാൻ താല്പര്യമില്ല. പിന്നെ ഒരു കാര്യം, മോളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അവളെ കാണണം തോന്നുമ്പോൾ കിരണോ കല്യാണി ആരെങ്കിലും കൊണ്ടുവന്ന് കാണിച്ചോളും. അതുകൊണ്ട് ഇനിയിപ്പോൾ ആ കാര്യം ഓർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട. പിന്നെ മോളെക്കുറിച്ചുള്ള പ്രതീക്ഷകളുമായിട്ട് സ്വപ്നം കണ്ട് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സരിയോ അവിടെ നിന്ന് കൂടെ ഇറങ്ങി പോവാണ്. മനോഹറിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകുന്നുണ്ടായിരുന്നു. മനോഹറിന് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സരിയു പോയി കാറിലേക്ക് കയറുക. സരിയുവിൻ്റെ മനസ്സിൽ ഉദ്ദേശം വേറെയാന്നുള്ള കാര്യം മനോഹറിന് അറിയുണ്ടായിരുന്നില്ലല്ലോ. മനോഹറിനെ കണ്ടിട്ട് സരിയു നേരെ കിരണിന്റെ ക്യാബിലേക്ക് വരുവാണ്. എന്ന് കിരണിനോട് പറഞ്ഞു, ഞാൻ അവനെ പോയി കണ്ടു മനോഹറിനെ. നീ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല നീ ഇത്ര പെട്ടെന്ന് മാറ്റം ഉണ്ടായെന്ന്. ആ സമയം സരിയു പറഞ്ഞു, അത്
എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ടാ. എൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് അവൻ പറഞ്ഞല്ലോ. പിന്നെ എനിക്ക് അവനുമായിട്ട് ഒത്തുപോകാൻ കഴിയില്ലെന്ന് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേന്ന് ചോദിച്ചു. അതൊന്നും സാരമില്ല സരയു, അതൊക്കെ പിന്നത്തെ കാര്യങ്ങളൊക്കെ അല്ലേ, അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. കുഞ്ഞിനെ ഇടയ്ക്കൊന്നും കൊണ്ടേ കാണിക്കണം. അവൻ പാവമാണ്. കാരണം ആ ഗംഗാപ്രസാദ് എന്ന് പറയുന്ന ദുഷ്ടനെയല്ലേ അവൻ തീർത്തത്. ഒരുപക്ഷെ അവൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ അവൻ ഭീഷണി ആകുമായിരുന്നു പറഞ്ഞു. ഈ സമയത്ത് സരി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവന് പരോളിന് ഇറങ്ങിയതിന് ശേഷം എപ്പോഴെങ്കിലും അവനെ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചായിരുന്നു എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം കിരൺ പറഞ്ഞു, ഇല്ല, ഒരിക്കൽ പോലും കാണിച്ചിട്ടില്ല. അവൻ്റെ കത്തുകളൊക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞങ്ങൾ നോക്കിയത് പോലും ഇല്ല. നിന്നെ ഒരിക്കലും ചതിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സരിയോ ആലോചിച്ചിട്ട് ചോദിച്ചു, അല്ല അവൻ വീണ്ടും ജയിലിൽ കയറിയതിന് ശേഷം ഈ ഗംഗാപ്രസാദിനെ കൊന്നതിന് ശേഷം നിങ്ങൾ മോളെ കൺമണി മോളെ കൊണ്ടേ കാണിച്ചായിരുന്നു എന്ന് ചോദിച്ചു സ്റ്റേഷനിൽ എവിടെയെങ്കിലും. അത് കേട്ട് കഴിഞ്ഞപ്പം കിരൺ പറഞ്ഞു, ആ കാണിച്ചായിരുന്നു, അത് നിന്നോട് പറയാൻ വിട്ടുപോയി. പക്ഷേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എങ്ങനെ പ്രതികരിക്കും എന്ന് അറിയാനായിട്ട് ഒരു വിഷമം ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഒരു തവണ കാണിച്ചായിരുന്നു. സരുവിനൊരു ഞെട്ടല. പക്ഷെ സരു അത് പുറമേ കാണിച്ചില്ല. സരു ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്താണ് നീ ആലോചിക്കണേ? ഒന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയ്ക്ക് മനമാറ്റം നിനക്ക് ഉണ്ടായെന്നറിയുമായിരുന്നെങ്കിൽ അന്ന് ഞാൻ നിങ്ങളത് ഒളിച്ചു വെക്കില്ലായിരുന്നു പറഞ്ഞു. നിനക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നല്ലോ അവനെ കൊണ്ട് കാണിക്കുന്നതിൽ. സരി പറഞ്ഞു, ആ അതെ അതെ, എൻ്റെ മോളെ കൊണ്ട് കാണിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് മോളെ ഒന്ന് കൊണ്ട് കാണിക്കണം, അവനത് മാത്രം ആഗ്രഹിക്കുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സരി പറഞ്ഞു, കിരണേ അവൾ ഇനിയിപ്പോൾ സ്കൂളിലൊക്കെ ചേർക്കാൻ പോയല്ലെന്ന് ചോദിച്ചു. അതെ, അവളെ സ്കൂളിലൊക്കെ ചേർക്കണം, അവളെ സ്കൂളിലൊക്കെ ചേർത്ത് നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അല്ല കിരണേ, അങ്ങനെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അവൾക്ക് നാണക്കേടായിരിക്കില്ലേ? അവളുടെ അച്ഛൻ ജയിലിലാന്ന് കുട്ടികളൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കുവോ എന്നൊക്കെ ഒരു ഭയം എൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം കിരൺ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ, അതൊന്നും ഓർത്ത് വിഷമിക്കുമൊന്നും വേണ്ട. അവളുടെ അച്ഛൻ മരിച്ചു പോയെന്ന് തന്നെ പറഞ്ഞാൽ മതി. പിന്നെ അവളെ ജയിലിൽ കൊണ്ട് കാണിക്കാൻ പോകുന്ന സമയത്ത് ഒരങ്കിളിനെ കാണാൻ പോകുകയെന്ന് പറഞ്ഞാൽ മതി. ഒരു 10-12 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അവൾക്ക് തിരിച്ചറിവായതിനു ശേഷം അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അല്ല കിരണേ, അത് ശരിയാകുമോ? അത് ശരിയാകും, നീ ധൈര്യമായിട്ടിരിക്കുക സരയു എന്നൊക്കെ പറഞ്ഞ് സരയുവിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് സരയു പറഞ്ഞു, ഇപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു, ഇനിയിപ്പോൾ ഇതിന് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല, ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ഇടയ്ക്ക് കുഞ്ഞിനെ കാണാൻ തോന്നുമ്പോൾ അവനെ കൊണ്ട് കാണിച്ചു, ഞാൻ തടസ്സങ്ങളൊന്നും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കിരണിന് സന്തോഷമുള്ള കാര്യമായിരുന്നു. ഇനി അവളുടെ മനസ്സ് മാറിയില്ലോ, അവൾക്കിനി വിഷമമൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കൺമണി മോളുടെ കാര്യമാണെങ്കിലും തങ്ങൾ നോക്കുന്നുണ്ടല്ലോ നല്ല വൃത്തിക്കൊക്കെ, അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഒടുവിൽ സരിയോ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.